അങ്ങനെ ഞങ്ങളുടെ സെക്കൻഡ് ഡേയിലെ ട്രിപ്പ് തുടങ്ങിയേ. ഇതിവിടെ ഒരു ഫോറസ്റ്റാണ്. ആ ഫോറസ്റ്റിനകത്ത് വാട്ടർഫോളുണ്ട്. അത് കാണാനായിട്ട് വന്നതാണ് കേട്ടോ. നല്ല രസമായിട്ട് നല്ല നല്ല തിക്കായിട്ട് മരങ്ങളെല്ലാം നിൽക്കുന്നതാണ്. അവിടെ തന്നെ താഴേക്ക് നമ്മൾ ഇറങ്ങണം. ആ വാട്ടർഫോളിൻ്റെ അങ്ങോട്ട് നമ്മൾ താഴേക്ക് ഇറങ്ങുവാണേ. അങ്ങനെ ആ വെള്ളച്ചാട്ടത്തിൽ നിന്ന് വെള്ളം ഒഴുകി താഴേക്ക് പോകുന്ന ഇതിലെയാണേ. ശബ്ദം കേൾക്കുന്നില്ലേ? നമ്മുടെ നാട്ടിൽ വലിയ വലിയ വെള്ളച്ചാട്ടങ്ങളുള്ളത് കൊണ്ട് നമുക്ക് സത്യത്തിൽ ഇങ്ങനെ വെള്ളച്ചാട്ടമൊന്നും കാണുമ്പോൾ അത്ഭുതമൊന്നും തോന്നുകയില്ല. പക്ഷേ ഇവിടങ്ങളിൽ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് ചെറിയ വാട്ടർഫോൾസ് പോലും ഇവർക്ക് വലിയ കാര്യമാണ് കേട്ടോ കാണാനൊക്കെ. പക്ഷെ ഇതിനെല്ലാത്തിലും ഉപരിയായിട്ട് നമ്മുടെ കാടുകളിൽ കയറിയ ഭയങ്കര വൃത്തികേടായിട്ട് കിടക്കുന്ന പോലെ തോന്നുകയല്ലേ നമുക്ക്. ഇവിടെ ഈ കാടുകൾ പോലും വളരെ വൃത്തിയായിട്ടാണ് കേട്ടോ കിടക്കുന്നത്. വൃത്തികേടുകളൊന്നുമില്ല. ആൾക്കാർ ഇറങ്ങി വരുന്ന ഈ റോഡൊക്കെ ആണല്ലേ എന്ത് നീറ്റായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ശരിക്കും ഇവിടെ എല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള എല്ലാ വേസ്റ്റും നിങ്ങൾ തന്നെ തിരിച്ചു കൊണ്ടുപോകണം, ഒന്നും ഇവിടെ ഇടരുത് എന്നെല്ലാം ബോർഡ് വെച്ചിട്ടുണ്ട്. സാധാരണ ബോർഡ് വെച്ചാലും നമ്മൾ നോ പാർക്കിംഗ് എന്ന് വെച്ചേക്കുന്ന ബോർഡിൻ്റെ കീഴെ വണ്ടി പാർക്ക് ചെയ്യുന്നവരാണ് നമ്മൾ. പക്ഷേ ഇവർ ആ നിയമങ്ങളെല്ലാം ശരിക്കും അനുസരിക്കുന്ന പോലെയാണ്. അവർ മാത്രമല്ല കേട്ടോ, ഇവിടെ വരുന്ന മലയാളികളും എല്ലാ രാജ്യക്കാരും നിയമങ്ങളെല്ലാം അവരനുസരിക്കും. പക്ഷെ അവനവൻ്റെ നാട്ടിൽ വരുമ്പോൾ അനുസരിക്കുന്നില്ല എന്നുള്ളതാണ് സത്യം. ഇങ്ങനെ സ്റ്റെപ്പ് ഇങ്ങനെ താഴേക്ക് ഇറങ്ങിയാണ് പോകുന്നത് കേട്ടോ വാട്ടർഫോൾ കാണാനായിട്ട്. ഈ മരം കണ്ടാൽ നമ്മുടെ നാട്ടിലെ ഈന്തില്ലേ, ഈന്ത് പോലെ. പക്ഷെ ഈന്തല്ല കേട്ടോ, കണ്ടാൽ നമുക്ക് തോന്നും ഇത് ഈന്താണെന്ന് തോന്നുന്നു. ഇവിടെ എല്ലാം കാണുന്ന ഇങ്ങനത്തെ മരങ്ങളാണ് കൂടുതൽ കേട്ടോ. ഇവിടെ പല ഫോറസ്റ്റ് വന്നപ്പോഴും എല്ലായിടത്തും കാണുന്നത് കണ്ടോ ഇങ്ങനത്തെ തന്നെ മരങ്ങളാണ്. പക്ഷേ ഈന്തിൻ്റെ പോലെ എന്തോ കായ്ക്കുണ്ട് ഇതിനുവേ, പക്ഷേ ഈന്തല്ല, മറ്റെന്തോ ഒരു മരമായത്. ഏത് വനത്തിൻ്റെ സൈഡിലാണേലും എന്താണെങ്കിലും ഇവിടെ ഉണ്ടല്ലോ ഇങ്ങനെയുള്ള ഇരിക്കാനൊക്കെയുള്ള സൗകര്യമുണ്ട് കേട്ടോ. നമ്മളിനി നടന്നിട്ട് കയറി വന്നാലും നമുക്കൊന്ന് റെസ്റ്റ് എടുക്കുക, നമ്മുടെ എന്തെങ്കിലും ഫുഡൊക്കെ എന്തെങ്കിലും കഴിക്കുകയോ ഒക്കെ ചെയ്യാം കേട്ടോ. പക്ഷേ ഞാൻ ചെറുപ്പക്കാരോടെല്ലാം പറയുക, യാത്രകളൊക്കെ എല്ലാവരും ചെറിയ പ്രായത്തിൽ ധാരാളം പൊക്കോ. ഇപ്പം താഴെ വരെ കയറി ഇറങ്ങിയപ്പം ശരിക്കും മടുത്തു. നമ്മൾ യാത്രകൾ ചെയ്യാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ശാരീരികാവസ്ഥ സമ്മതിച്ചെന്ന് വരികയല്ല ഏജ് മുമ്പോട്ടാകുമ്പോൾ. അപ്പം നിങ്ങളെല്ലാവരും കുട്ടികളെ യാത്ര ചെയ്യാവുന്നിടത്തോളം ചെറിയ പ്രായത്തിൽ ആരോഗ്യമുള്ള പ്രായത്തിൽ ചെയ്തോളുക. അല്ലെങ്കിൽ നമ്മൾ ശരിക്കും നമുക്ക് ഒത്തിരി ആഗ്രഹം കാണും, പക്ഷെ നടക്കുകയില്ല. നോക്കിയാൽ താഴെ നിന്ന് ഞങ്ങൾ അണച്ച് വിഷമിച്ച് കയറി വന്നതിൻ്റെ കുഞ്ഞുമോനെ ഓടിക്കയറി വരുന്നത് കണ്ടോ. 150 സ്റ്റെപ്പോളം താഴോട്ട് ഇറങ്ങിയതാണ്.
കുഞ്ഞുങ്ങളെപ്പോഴും വളരെ ആക്റ്റീവ്. അതുപോലെ ചെറിയ പ്രായമുള്ള നിങ്ങളെല്ലാവരും ധാരാളം യാത്രകൾ ചെയ്തോ കേട്ടോ. യാത്രകൾ ചെയ്യാവുന്ന പ്രായത്തിൽ മാത്രമേ എനിക്ക് പറ്റുള്ളൂ. എനിക്ക് സത്യം പറഞ്ഞാൽ ഹിമാലയം പോയാൽ കൊള്ളാമെന്നുണ്ട്. പക്ഷേ ഈ ശാരീരികാവസ്ഥയിൽ ഹിമാലയം പറ്റുകയല്ല ഒരിക്കലും.